ഈ സിനിപോളിസ് കൊച്ചിയിലുള്ള ഐമാക്സിനെ കുറിച്ച് ഞാൻ അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല കേട്ടിട്ടുള്ളത്. ടിക്കറ്റ് പ്രൈസസ് ഭയങ്കര ഹൈ ആണ്, അൺകംഫർട്ടബിൾ സീറ്റ്സ്, ഷോ നടക്കുന്നതിൻ്റെ ഇടയിൽ ഷോ സ്റ്റോപ്പായി പോവുക, ഇങ്ങനെയുള്ള പല കംപ്ലൈൻറ്റ്സ് ആണ് ഞാൻ സിനിപോളിസ് ഐമാക്സിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഇൻഫാക്ട് ഞാനും സിനിപോളിസ് ഐമാക്സിലാകെ ഒറ്റ പ്രാവശ്യമേ പോയിട്ടുള്ളൂ സിന്നേഴ്സ് മൂവി കാണാനായിട്ട്. അതിനുശേഷം മിഷൻ ഇമ്പോസിബിൾ കാണാമെന്ന് വെച്ചപ്പോൾ ടിക്കറ്റ് പ്രൈസസ് വെയർ വെരി ഹൈ, അറൌണ്ട് 600-700 റുപ്പീസ് ആയിരുന്നു അവർ അന്ന് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ആഗ്രഹമേ ഞങ്ങൾ സ്കിപ്പാക്കി കളഞ്ഞു. പക്ഷേ ഇന്ന് മോർട്ടൽ കോംബാറ്റ് 2 കാണാൻ പോയ സമയത്ത് അനുഭവം വാസ് പ്രിറ്റി ഗുഡ്. ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോർട്ടൽ കോംബാറ്റ് 2 ഐമാക്സിൽ തന്നെ കാണണം എന്നായിരുന്നു എൻ്റെ ഭയങ്കരമായ ആഗ്രഹം. അങ്ങനെ ഷോസ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇത്തവണ ബുക്ക് ചെയ്തപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് ലിറ്റിൽ മോർ ചീപ്പർ. സിന്നേഴ്സ് ഞാൻ ബുക്ക് ചെയ്ത സമയത്തും ഇറ്റ് വാസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ബട്ട് ഇന്ന് ആ മോർട്ടൽ കോംബാറ്റിന് വേണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് ലിറ്റിൽ മോർ ചീപ്പർ. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 9:30 ഷോ, മോർണിംഗ് 9:30 ഷോ. ബട്ട് എൻ്റെ ഒരു ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കാരണം കൊണ്ട് 9:30 ഷോയിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 9 മണിക്കായിരുന്നു. സോ ആലുവ ടു MG റോഡ് വരെ ഉള്ളൊരു ടൈമിൽ ഓൾമോസ്റ്റ് കലൂരെത്തിയപ്പോൾ 9:30 ഞാൻ ചെറുതായിട്ടൊന്ന് ആഗ്രഹിച്ചു, ഈ പടം ഒരു 10 മണിയാകുമ്പോൾ തുടങ്ങിയാണെങ്കിൽ മൊത്തം പടം കാണാമായിരുന്നു. ഇൻഫാക്ട് ഏർലിയർ അനുഭവങ്ങൾ എടുക്കുകയാണെങ്കിൽ സിനിപോളിസിൽ ഞാൻ ഇതുവരെ ഒരു ഫിലിം ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് എങ്കിലും ഞാൻ മിസ്സാവാറുണ്ട്. എൻ്റെ ഒരു ലാസ്റ്റ് ഓർമ്മ എന്ന് പറഞ്ഞ പത്താൻ എന്ന് പറഞ്ഞ ഫിലിം കാണാൻ പോയപ്പോഴാണ് സിനിപോളിസിൽ 9:30 ഷോ എന്തോ ആയിരുന്നു. 9:15 ഞാൻ സിനിപോളിസ് എത്തിയിട്ട് പാർക്കിംഗ് കിട്ടാൻ വേണ്ടി ഞാൻ അതിൻ്റെ എക്സിറ്റിൽ നിൽക്കണമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു അനുഭവം എനിക്ക് എപ്പോഴും സിനിപോളിസിൽ കിട്ടാറുണ്ട്. എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് ഞാൻ എങ്ങനെ പോയാലും മിസ്സാവാറുണ്ട്. സോ ദിസ് ടൈം ഞാൻ ചെറുതായിട്ട് കലൂരെത്തിയപ്പോൾ ഒന്ന് ആഗ്രഹിച്ചു, ദൈവമേ ഈ പടം ഒരു 10 മണിക്ക് തുടങ്ങിയായിരുന്നെങ്കിൽ പടം ഫുള്ളൊന്ന് കാണാമായിരുന്നു. സിനിപോളിസ് എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 9:40 ആയായിരുന്നു. മുകളിലെത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഷോ തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. ബിക്കോസ് ആ ഷോന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന കുറേ പേര്, അറൗണ്ട് 5-6 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്കൊരു സമാധാനമായി ഷോ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഞാനൊന്ന് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ച് വന്നപ്പോൾ ഷോ ഓൾമോസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞു. സോ ബേസിക്കലി അത് അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയിരുന്നു. അവർ നമ്മൾ അത്രയും നേരം പുറത്തിറക്കി നിർത്തിയിട്ട് നമ്മളകത്ത് കയറിയപ്പോൾ ഫിലിം ഓൾറെഡി സ്റ്റാർട്ടായി. ഫിലിമിൻ്റെ ഓൾമോസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് കഴിഞ്ഞായിരുന്നു. ഇതുപോലെ സിമിലർ അനുഭവമായിരുന്നു എനിക്ക് ബാംഗ്ലൂർ നെക്സസിൽ, കോർമംഗല നെക്സസിൽ സൂപ്പർമാൻ കാണാൻ പോയപ്പോൾ ഉണ്ടായത്. ഹെവി ക്യൂ ആയിരുന്നു. ഈ ഹെവി ക്യൂയുടെ സമയത്ത് ഇവർ മൂവി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പകുതി പേര് പുറത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ മൂവി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദെൻ ഞാനൊക്കെ ഫിലിമിൻ്റെ ആ ഒരു ഇനിഷ്യൽ ഫൈറ്റ് സീനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും എനിക്ക് സീറ്റ് ചെയ്യാൻ പറ്റിയത്. സോ അതുപോലത്തെ സിമിലർ അനുഭവമായിരുന്നു ഐമാക്സ് സിനിപോളിസിൽ എനിക്ക് വന്നത്. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അകത്ത് കയറിയതിന് ശേഷം തന്നെ, കയറുന്നതിന് മുമ്പ് തന്നെ സിനിമ സ്റ്റാർട്ടായി. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവർ ഷോ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാനൊന്ന് ഷോക്കായി, ദൈവമേ എനിക്കും ഐമാക്സിൻ്റെ ദുരനുഭവം കിട്ടാൻ തുടങ്ങി വന്ന്. ബട്ട് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവർ ഷോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഫ്രം ദ സ്റ്റാർട്ടിങ്. നമ്മളെല്ലാവരും അകത്ത് കയറാൻ ലേറ്റ് ആയതുകൊണ്ട് വാട്ട് ദേ ഡിഡ് ഇസ് അവർ ആ ഷോ വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തു. 10 മണിയായപ്പോൾ, 9:30 ഷോ 10 മണിയായപ്പോൾ അവർ വീണ്ടും ഫുൾ സ്റ്റാർട്ടിങ് തൊട്ട് കാണിക്കാൻ തുടങ്ങി. സോ ദാറ്റ് വാസ് ആക്ച്വലി എ പ്രിറ്റി ഗുഡ് അനുഭവം ഫോർ മീ. ബിക്കോസ് നെക്സസിൽ എനിക്ക് അങ്ങനെ കിട്ടിയില്ല. വാട്ട് എവർ അവർ കാണിച്ചത് നമുക്ക് കാണാൻ പറ്റിയുള്ളൂ. നമുക്ക് അവർ റീസ്റ്റാർട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തു തന്നില്ല. ഇൻഫാക്ട് അത് അവരുടെ മിസ്റ്റേക്ക് തന്നെയായിരുന്നു. ദേ ആർ നോട്ട് ഏബിൾ ടു കൺട്രോൾ ദ ക്രൗഡ് ഇൻ നെക്സസ് കോർമംഗല. പക്ഷെ ഇവിടെ അത്രയും ക്രൗഡ് പോലും ഉണ്ടായിരുന്നില്ല. വേണമെന്ന് വെച്ചാൽ അവർക്ക് ഞങ്ങൾ കാണിക്കുന്നത് കണ്ടാൽ മതി എന്നുള്ള സ്കീം ആക്കാമായിരുന്നു. ബട്ട് അവരെന്തോ ആ ഷോ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും അവർ റീസ്റ്റാർട്ട് ചെയ്തു. 10 മണി, അറൗണ്ട് 9:55 എന്തോ ആയപ്പോൾ അവർ ആ ഷോ റീസ്റ്റാർട്ട് ചെയ്തു. യെസ്, നൗ ബാക്ക് ടു മോർട്ടൽ കോംബാറ്റ് 2. മോർട്ടൽ കോംബാറ്റ് 2 ആക്ച്വലി ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നൊരു മൂവി തന്നെയായിരുന്നു. ബിക്കോസ് മോർട്ടൽ കോംബാറ്റ് 1 എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനൊരു തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിലും ലിമിറ്റഡ് ആയിരിക്കും. ബിക്കോസ് ഞാൻ ആ പടം OTTയിൽ എന്തോ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. സോ മോർട്ടൽ കോംബാറ്റ് 2 ഇറങ്ങുന്നു എന്നുള്ള ന്യൂസ് വന്നപ്പോൾ ഐ വാസ് പ്രിറ്റി മച്ച് വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. ഓൾസോ അതിനൊരു ഐമാക്സ് റിലീസ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഐ റിയലി വാണ്ടഡ് ടു വാച്ച് ദിസ് മൂവി ഇൻ ആൻ ഐമാക്സ്. അങ്ങനെയാണ് നമ്മൾ സിനിപോളിസ് ഐമാക്സിൽ എത്തുന്നത്. ആൻഡ് ടു ബി ഓണസ്റ്റ്, മോർട്ടൽ കോംബാറ്റ് 2 മോർട്ടൽ കോംബാറ്റ് 1-നേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് അൺപ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ. ആൻഡ് മോർട്ടൽ കോംബാറ്റ് 2 എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുകയും ചെയ്തു. ബിക്കോസ് മോർട്ടൽ കോംബാറ്റ് 2-ൻ്റെ ട്രെയിലർ വെച്ചിട്ട് ഐ got to know that they are introducing Johnny Cage.
ആൻഡ് ജോണി കേജ് ആ ഒരു മോർട്ടൽ കോംബാറ്റ് ഗെയിമിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഫണ്ണി ആൻഡ് അൺപ്രഡിക്റ്റബിൾ ക്യാരക്ടറാണ് പുള്ളിയും. ആൻഡ് പുള്ളിയുടെ ഒരു വൈബ്, ഏത് കാൾ അർബൻ ജോണി കേജിന്റെ വൈബിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മോർട്ടൽ കോംബാറ്റ് 2-ൽ കൊണ്ടുവന്നിരിക്കുന്നത്. പുള്ളിയുടെ ഒരു എന്താ പറയുക, കുറെ പൺലൈൻസും. ഇറ്റ് വാസ് ഫൺ ടു വാച്ച് ഹിം ആസ് ജോണി കേജ് ഇൻ മോർട്ടൽ കോംബാറ്റ് 2. അത്യാവശ്യം നല്ലൊരു മൂവി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരു സിമിലർ ടെംപ്ലേറ്റ് ടു മോർട്ടൽ കോംബാറ്റ് 1 ആയിരുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് മോർ എൻജോയബിൾ. ആൻഡ് ഓൾസോ ദേ ഇൻട്രൊഡ്യൂസ് ഷാവുഖാൻ ഇൻ ദിസ് മൂവി. ഷാവുഖാൻ സത്യം പറയാലോ അത്യാവശ്യം നല്ലൊരു ടെറർ ഇമേജ് ആയിട്ട് തന്നെയാണ് ഈ മൂവിയുടെ അകത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മോർട്ടൽ കോംബാറ്റ് 2 1997 ഇറങ്ങിയ മോർട്ടൽ കോംബാറ്റ് അനിഹിലിയേഷൻ എന്ന് പറയുന്ന മൂവിയിൽ ഷാവുഖാൻ വാസ് പോർട്രേഡ് ആസ് എ സ്ട്രോങ്ങർ ഹ്യൂമൻ ബീങ്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു മോൺസ്ട്രസ് ബീങ് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് പ്രിറ്റി മച്ച് എന്താ പറയുക, നല്ലൊരു ഫീൽ തന്നെയായിരുന്നു ഷാവുഖ് ഖാൻ്റെ ഒരു ആക്ച്വൽ ഫോമിൽ ഈ മൂവിയുടെ കാണിക്കുന്ന സമയത്ത്. ഇറ്റ് വാസ് പ്രിറ്റി നൈസ്. യെസ് ഗൈസ്, സോ ടു എൻഡ്, മോർട്ടൽ കോംബാറ്റ് 2 വാസ് എ പ്രിറ്റി ഡീസൻറ്റ് വാച്ച് ഫോർ മീ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആ ഒരു മോർട്ടൽ കോംബാറ്റ് ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ദിസ് മൂവി അത്യാവശ്യം അതിൻ്റെ ആ ഒരു ഫാൻ സർവീസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ടു എൻഡ്, ഡു വാച്ച് മോർട്ടൽ കോംബാറ്റ് 2, പ്രിഫറബിളി ഇൻ ഐമാക്സ്. ഐമാക്സ് തന്നെ കാണണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഐ തിങ്ക് പ്രിറ്റി ഡീസൻറ്റ് 4K തിയേറ്റർ വിത്ത് എ ഗുഡ് സൗണ്ട് സിസ്റ്റം വുഡ് ഓൾസോ ഡു ദ തിങ്. ബട്ട് യെസ്, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ആസ്പെക്ട് റേഷ്യോ മാറ്റുന്നൊരു പരിപാടിയുണ്ട് ഈ മോർട്ടൽ കോംബാറ്റ് 2-ലും. സോ നിങ്ങൾക്ക് അത് ഫുൾ സ്ക്രീനിൽ, ചില സീനുകൾ ഫുൾ സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യെസ്, ഡു വാച്ച് ഇറ്റ് ഇൻ ആൻ ഐമാക്സ്. സോ ദാറ്റ്സ് മൈ മോർട്ടൽ കോംബാറ്റ് 2 കഥ ഫോർ യു. ടേക്ക് കെയർ.